ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ മാർച്ച് 31, 2024 റിട്ടയർ ചെയ്തു. എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആയിരുന്നു. 30 കൊല്ലത്തോളം ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ബോട്ടണിയാണ്. അതും +1, +2 തിയറി, നീറ്റ് എക്സാം, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഇങ്ങനെയാണ് ഞാൻ 30 കൊല്ലം പഠിപ്പിച്ചിരുന്നത്. ഈ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കും പാരൻസിനും സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആവും എന്നൊരു അസംഷനിലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കോവിഡ്, അതിൻ്റെ അപ്പിയറൻസും അതിന് ശേഷവും അതിന് മുമ്പുള്ള കാലഘട്ടവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ കോവിഡോട് കൂടിയിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, മൊബൈല്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് കണ്ടമാനം ഇൻക്രീസ് ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം, ടാക്സി വിളിക്കണമെങ്കിൽ എന്തിനും, ബാങ്ക് വരെ എന്തിനും ഏതിനും മൊബൈലാണ്. ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ മൊബൈല് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും പ്രാക്ടിക്കലല്ല. കാരണം കുട്ടികൾക്ക് നോട്ടും സാധനങ്ങളും വരെ മൊബൈലിലും ഇതിലൊക്കെ വരും. അപ്പോൾ കുട്ടികളെ അതിനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം വളരെയധികം വ്യത്യാസമുണ്ട് ആ ലേണിംഗ് പ്രൊസീജിയറിൽ, ആപ്ലിക്കേഷൻ ലെവൽ, എല്ലാത്തിലും. അപ്പോൾ ഈ കോവിഡോട് കൂടി അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് ഈ കുട്ടികളുടെ ലൈഫ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, കോവിഡിന് മുമ്പൊക്കെ നമ്മൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് നിങ്ങൾക്കിപ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ സ്ക്രീൻ വന്നിട്ടുണ്ടാവും, ഇത് കാണാൻ പറ്റും. നമുക്ക് ഒരു വ്യക്തിയുടെ ലൈഫ്, സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ്, അത് പ്ലേ സ്കൂൾ ആയിക്കോട്ടെ, LKG ആയിക്കോട്ടെ, UKG ആയിക്കോട്ടെ, +1, +2, പ്രൊഫഷണൽ കോഴ്സ്, ഡിഗ്രി കോഴ്സ്, PG, ഡോക്ടറേറ്റ്, ഏത് ലെവലിലാണ് ആയിക്കോട്ടെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കമ്പയർ ചെയ്യാവുന്നത് ആ പേഴ്സൻ്റെ ലൈഫ് എ കാർ വിത്ത് 4 വീൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ആദ്യത്തെ ഫിഗർ. പേഴ്സണെ ഈ 4 വീൽസ് ഏതൊക്കെയാണ്? 1, ആ ഇൻഡിവിജ്വൽ തന്നെ. 2, ആ ഇൻഡിവിജ്വലിൻ്റെ പാരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്. 3, ആ ഇൻഡിവിജ്വലിൻ്റെ ടീച്ചേഴ്സ്. 4, നമ്മൾ അൾട്ടിമേറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഗോഡ്. ഇങ്ങനെ 4 ഇവൻറ്റ്സ് ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, കോവിഡായി, കോവിഡിന് ശേഷമായി. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാർ. സെയിം പേഴ്സൺ തന്നെയാണ്. ആ കാർ നോക്കുമ്പോൾ ആദ്യത്തെ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റും മൊത്തത്തിലൊരു സൈസും കുറഞ്ഞ പോലെ കാണാൻ പറ്റും. അതിൻ്റെ കാർ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആണ്. ആ കാറിൻ്റെ മുകളിൽ ഒരു 5th വീലുണ്ട്. ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, വലിയ വീലാണ്. ആ വീല് കാറിനെ താഴത്തേക്ക് പ്രസ് ചെയ്യാണ്. ശരിക്കും ഈ 5th വീൽ എന്ന് പറഞ്ഞാൽ 3 ചെറിയ വീൽസിൻ്റെ അസംബ്ലി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇനിയും കൂടാൻ വീൽസ്, ചെറിയ വീൽസ് ഉണ്ട്. പ്രസൻ്റ്ലി ഏതൊക്കെയാണ് ആ 3 വീൽസ്? എങ്ങനെയാണ് ആ 5th വീൽ ഫോം ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ഇത്ര ഹെവി ആയത്? അതിൽ ഒന്നാമത്തെ വീല് നമുക്ക് പറയാവുന്നത് മൊബൈൽ അഡിക്ഷൻ. രണ്ടാമത്തെ വീല് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. മൂന്നാമത്തെ വീല് ഡ്രഗ് അഡിക്ഷൻ. അപ്പം ഇത്ര ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവരുടെ ചേഞ്ചുകൾ നമ്മൾ അറിയില്ല. കാരണം 5ാമത്തെ വീല് വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ മൂവ്മെൻറ്റ് പോയി, പെർഫോമൻസ് പോയി. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ എഫിഷ്യൻസി എല്ലാം നഷ്ടപ്പെടും. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ജനറേഷൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്, വളരെ എഫിഷ്യൻ്റാണ്, സംശയമൊന്നുമില്ല. കാരണം അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ മൊബൈലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഈ സാധനങ്ങൾ. അപ്പോൾ അത്രയും ഏബിളായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ആ എബിലിറ്റി നമ്മളും ടീച്ചേഴ്സും അതുപോലെ തന്നെ ടീം, ദൈവവും കൂടെ ചേർന്ന് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് എൻ്റയർ ആയിട്ട് നഷ്ടപ്പെടും. എൻ്റെ പേര് ജോർജ്. ഇത് എൻ്റെ പുതിയ ചാനലാണ്. ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് എൻ്റെ പേര്. അതുപോലെ മറ്റൊരു ചാനലും ഞാൻ ഗ്രാജുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏസ് ബൊട്ടൈൻ. അത് കൂടുതൽ സബ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചാനൽ വഴി പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു. വി ക്യാൻ സീ ലേറ്റർ.